മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ സ്കിൽ ഓറിയന്റഡ് കോഴ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ പ്രഖ്യാപിച്ച പുതിയൊരു സ്കോളർഷിപ്പാണ് പ്രജ്വല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചില മാനദണ്ഡങ്ങളുണ്ട്. രൂപ 1000 വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇപ്പം എംപ്ലോയ്മെന്റ് ഡയറക്ടറാണ് എന്ത് ചെയ്യുക ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് 18 വയസ്സ് എന്തായാലും എന്ത് ചെയ്യണം പൂർത്തീകരിക്കണം. ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അതേപോലെ ഇത്തരത്തിലുള്ള സ്കിൽ ഓറിയന്റഡ് അതുപോലെ PSC പഠിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളായിരിക്കണം അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. കേരളത്തിൽ എന്തായാലും സ്ഥിരതാമസം ഉള്ളവരായിരിക്കണം എന്നുള്ളതും അതിൽ എടുത്തു പറയുന്നൊരു പോയിന്റാണ്. അപ്പോൾ ആദ്യം അപേക്ഷിക്കുന്ന 5,00,000 പേർക്ക് എന്തായാലും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പം ഞാനൊരു കുട്ടിയാണെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. അത് മാത്രമല്ല നമ്മളുടെ വാർഷിക വരുമാനം ഇപ്പം ഞാനെന്ന് പറയുന്ന കുട്ടിയുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 1,00,000 രൂപയിൽ കഴിയാനും പാടില്ല. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്ഥാപക മേധാവിയുടെ ഒപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതാണ് പ്രജില സ്കോളർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ.